ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയിന് ചേട്ടൻ പറയാം. രണ്ടാമത്തെ ചേട്ടൻ പറയാം, ഓ എന്തൊരു ടെൻഷനാ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ എന്ന് പറഞ്ഞിന് ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടനക്കും പറഞ്ഞു ഓരോന്ന് പവറുണ്ട്. ഫസ്റ്റ് ചേട്ടനക്ക് ആൾ സോങ് സിംഗിങ് മൈൻഡിങ് പവർ ഫ്യൂച്ചർ നോക്കുന്ന പവറും നിറയെ പവറുണ്ട്. മറിയാൻ പറ്റും, അവർ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് അത് മനസ്സിലാകാൻ പറ്റും. ഓരോന്ന് പവറുണ്ട്. ഹീറോയിന് രണ്ടാമത്തെ ചേട്ടന് പവർ പറഞ്ഞാൽ മെഡിസിൻ ഹീലിംഗ് പവർ, ഏത് അസുഖം ഉണ്ടായാൽ അത് ഹീൽ ചെയ്യാൻ പറ്റും. അത് മുതൽ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് ചേട്ടനിക്ക് സ്വന്തം ഓഫീസും ഉണ്ട്, കമ്പനി. രണ്ടാമത്തെ ചേട്ടനിക്ക് സ്വന്തം ഹോസ്പിറ്റലുണ്ട്. അതിന് എം ഡി പറഞ്ഞ ചെയർമാൻ CEO ആണ്. രണ്ടാമത്തെ ചേട്ടൻ പറയാൻ തുടങ്ങി, മെഡിസിൻ ഉണ്ടാക്കാൻ ഞാൻ പോവാ ലാബക്ക് എന്ന് പറഞ്ഞ് ചേട്ടൻ പോയായിരുന്നു. ഞാൻ കുളിച്ച് ബ്രഷ് ആയിട്ട് പോവാ. ഉമ്മ എവിടെ? അകത്തുണ്ട് ഞാൻ പറയാനും. ഉമ്മ എന്താ? ഓ വന്നടാ വന്നു. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. ഓ കൊടുന്നിട്ടുണ്ടോ? കൊടുന്നിട്ടുണ്ട്. റൂമിൻ്റെ അകത്ത് പോയിരുന്നു. ഇവനെ വെച്ച് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർക്ക് സ്വന്തം വലിയ വീടാണ്. ആ വീട്ടിലുള്ളത് എല്ലാവരും ഉള്ളത് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്ന് ബിസിനസ് പണിയുണ്ടായിരുന്നു. പിന്നെ ഒരു മൂന്നാമത്തെ ചേട്ടന് ഭയങ്കര കോൾഡായി ടെൻഷനിൽ വന്നായിരുന്നു. അവിടെ പറഞ്ഞ മൂന്നാമത്തെ ചേട്ടനൊക്കെയാണ് ഇങ്ങനെ ഹാക്കിംഗ് റോബോട്ടെല്ലാം ഉണ്ടാക്കുക. റോബോട്ട് റൂമല്ല, ഒരു കൺട്രോൾ റൂമാണ്. 600 ആൾക്ക് ഓരോന്നാൾ കൺട്രോൾ റോബോട്ടും ഇതെല്ലാം ഉണ്ടാക്കാനാണ്. ചേട്ടാ ടെൻഷനിൽ വന്ന് പറയായിരുന്നു. ചേട്ടാ എന്ത് പറ്റി? ഒന്നുമില്ല, കുറച്ച് ചേട്ടൻ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തം ഒരു കമ്പനിയുണ്ട്. ശരി ഓക്കെ, കണ്ടുപിടിക്കുന്നതെല്ലാം ഉണ്ട്. ശരി ഓക്കെ ചേട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ചേട്ടൻ പോയിരുന്നു. ഇങ്ങനെ ഉമ്മ കഴിച്ച് എനിക്കൊരു കുട്ടികൾ, എത്ര കുട്ടികളുടെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് മുറിക്കായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയിനെ ഉമ്മി ചേട്ടൻ ഉമ്മിയിൽ വാക്ക് പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ട് നാലാമത്തെ ചേട്ടന് കുളുക്കൊന്നും പാട്ട് പാടി വരായിരുന്നു. നാലാമത്തെ ചേട്ടൻ പറഞ്ഞ ഒരു ആക്ടറാണ്. ഒരു ആക്ടർ പറഞ്ഞ ആക്ടർ മാത്രമല്ല, സ്വന്തം ഒരു കോളേജ് ഉണ്ട് റൺ ചെയ്യാം. ഇവരെ വെച്ച് എന്താ ചെയ്യാം? പിന്നെ ബിസിനസ് മാൻ, ഓരോന്ന് പവറുണ്ട്, മോഡലാണ്. പിന്നെ അവരെല്ലാം കുറച്ച് പേർക്ക് അതിലുള്ള കുറേ പേരുണ്ട്. 4 പേർക്ക് മാരേജ്. അത് വലിയത് ഓൾറെഡി വലിയ ആൾ, കുറേ ആൾ വലുതുണ്ടായിരുന്നു. 10 വയസ്സ് 12 വയസ്സ് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരില്ല. അതിലുള്ള മതിയുള്ള അവർ ഹീറോയ്ക്ക് ചേട്ടന്മാരെയാണ്. ഒരു മാഫിയന്മാർ ഗ്രൂപ്പ്, അവർക്കെല്ലാവർക്കും മാരേജ് ആയി. 4 ചേട്ടന്മാർക്ക് മാരേജ് ആയില്ല. അവർക്ക് ഓരോന്ന് ജോബ് ചെയ്യാണ്. അങ്ങനെ ഫസ്റ്റ് പറയാൻ തുടങ്ങി, ഇവർക്ക് മാരേജ് കഴിക്കാം. അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്കെല്ലാവരും മാരേജ് കഴിച്ച് കുട്ടികളെല്ലാം ഉണ്ട്. ഇവർക്ക് 4 പേർക്ക് അനിയന്മാർക്ക് മാരേജ് കഴിക്കുന്നു. ബാക്കി ചേട്ടന്മാർ പറയാം ഒരു ലീഡറായ മാതിരി എന്ത് കാര്യമില്ല, ഓരോന്ന് ജോലി ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ചേട്ടനക്ക് മാരേജ് കഴിക്കാമെന്ന്. ബാക്കി ചേട്ടന്മാർ വന്ന് അനിയന്മാരെ പിടിച്ചോണ്ട് 4 അനിയന്മാരെ പിടിച്ചോണ്ട് പോയി. എടാ ഫസ്റ്റ് നീ മാരേജ് ചേട്ടാ, അത് മാഫിയ ഗ്രൂപ്പിലാവുമ്പോൾ ഞങ്ങൾ ഒരു ലീഡർ മതി, മനസ്സിലായില്ലേ? ശരി ചേട്ടാ, അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചേട്ടനക്കാണ് ബിസിനസ് മാൻ. ചേട്ടന് പറയാൻ തുടങ്ങി, ഞാൻ പെണ്ണ് നോക്കിയിട്ടുണ്ട്, ഈ പെണ്ണിൻ്റെ പേര് ഇതാണ്. അങ്ങനെയായിട്ടും എല്ലാം ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു കുട്ടി കേട്ടിയായിരുന്നു. പേര് അതെ ഫസ്റ്റ് ചേട്ടൻ അർച്ചനാണ്, പ്രിയ. ഇവള് പ്രിയ ആണ് പേരാണ് പറഞ്ഞു. ഇവള് അങ്ങനെ പ്രിയൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയില്ല, ഒരു അനിയനും ഒരു അനിയത്തിയുള്ള കഷ്ടപ്പെട്ട് ഒരു ചിറ്റീന് കൊടുമയിൽ ചിട്ടി പറഞ്ഞ അവൾ കഷ്ടപ്പെട്ട അങ്കിളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ ലീവ് കിട്ടിയ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് ചെയ്യണോ. അങ്കിൾ പറഞ്ഞാൽ അങ്ങനെയായിട്ട് അങ്കിൾ പറയായിരുന്നു, നീ മിണ്ടാതിരി ഇങ്ങനെ ജോലി ചെയ്യുന്നു. അങ്കിളില്ലാതെ അവൾ ടോർച്ചർ ചെയ്യുക. അങ്കിൾ കണ്ടുപിടിച്ച് മുറട്ടയാണ്. അങ്കിൾക്ക് പേടിയാണ് ആൻറ്റിക്ക്. അങ്ങനെ മാരേജ് കഴിപ്പിക്കാൻ വേണ്ടി അങ്കിളിൽ വിളിച്ചായിരുന്നു, ആൻറ്റി വിളിച്ചില്ലായിരുന്നു. ഹീറോയിൻ പ്ലാൻ ചെയ്ത് മതി ഹീറോയിൻ്റെ ചേട്ടനൊക്കെ മാരേജ് കഴിച്ചു. അങ്ങനെ അങ്കിൾ പിന്നെ ആ കുട്ടി പഠിച്ചു എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. അവൾക്ക് നിനക്കെന്താ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളു എന്ന് പ്രിയനോട് ചോദിച്ചായിരുന്നു. അങ്ങനെ അർജുൻ കേട്ടതുകൊണ്ട് എനിക്ക് നോവൽ എഴുതുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, സ്റ്റോറിയിൽ എനിക്ക് നന്നായിട്ട് എഴുതുന്ന പറയും. എഡിറ്റിംഗ് നീ പഠിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു പ്രിയക്ക്. നീ എഡിറ്റിംഗ് ക്ലാസ് പഠിച്ചോ, നിനക്ക് ഇതെല്ലാം ഡ്രോയിങ് ഇഷ്ടമാണല്ലേ? അതെ എനിക്കിഷ്ടമാണ് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവർക്ക് കുട്ടികൾ ജനിച്ചു. ഹീറോയി ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ചേട്ടനെ കുറിച്ച് വെച്ച് ഡോക്ടറാണ്. എന്താടാ നീ എപ്പം മാരേജ് കഴിക്കുക? പോടി അങ്ങനെ ഒന്നും പറയണ്ടേന്ന് രണ്ടാമത്തെ ചേട്ടനും ഇങ്ങനെ പറയായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ നോക്കിയിട്ട് മുറിക്കായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ പറയാൻ തുടങ്ങി, നമുക്ക് ട്രിപ്പ് പോവാം എന്ന് പറഞ്ഞായിരുന്നു.
അങ്ങനെ ട്രിപ്പ് പോയായിരുന്നു. അതായത് തമിഴ്നാട്ടിലൊക്കെ പോയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പോയായിരുന്നു. തമിഴ്നാട്ടിലൊരു ഗേൾ ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ ഗേൾ അങ്ങനെയായിട്ട് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ആ പേര് അനു. ഓ ഈ ചേട്ടന് ഇപ്പോൾ സൂട്ടാവും. അനുവിനെ പിടിച്ചായിരുന്നു. അനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഹീറോയ്ക്ക് അനുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അനുവിനെ മിരട്ടിയായിരുന്നു. അനുവിനക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അനുവിൻ്റെ അല്ല ഹീറോ അല്ല അനുവിൻ്റെ വീട്ടിലല്ല മാരേജ് കഴിക്കും. നീ എന്നെ പറഞ്ഞ ഒരു റൗഡി മതി. അവർക്ക് ഇഷ്ടമില്ല. നീ ഹീറോയിൻ നന്നായി ഹെൽപ്പ് ചെയ്തു. അനുവിൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തു. അവർക്ക് പേടിയാണ്. അവർക്ക് പറഞ്ഞ അവർ മിരട്ടിയിട്ടാണ് അങ്ങനെയായിട്ട് അവർക്ക് അവർക്ക് വീടൊന്നുമില്ല. അവർക്ക് പറഞ്ഞ വീട് പറഞ്ഞിട്ട് അവർ വീട് അവർക്കില്ല. അവർ ഒരു വാടക വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് അവർ വന്ന് ഫാമിലി രക്ഷിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടനക്ക് മാരേജ് കഴിച്ചു. ഡോക്ടറാണ്. നിങ്ങളിവിടെ നിന്ന് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് വിഷമിക്കേണ്ട, എൻ്റെ ചേട്ടനൊന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിരുന്നു ഹീറോയ്ക്ക്. രണ്ടുപേരായി ഭയങ്കര ഹാപ്പിയായിരുന്നു. മൂന്നാമത്തെ ചേട്ടൻ നോക്കുമായിരുന്നു, എന്തിനമ്മ നീ എന്നെ നോക്കുന്നത്. അങ്ങനെയായിട്ട് മൂന്നാമത്തെ ചേട്ടനക്ക് ഒരു ബിസിനസ് ട്രിപ്പ് പോവാം. നാലാമത്തെ ചേട്ടൻ പറയാം ഞാനും കൂടെ പോവാം. രണ്ടിനും ഹീറോയും മുറയ്ക്കായിരുന്നു. എന്തിനുമ്മ മുറയ്ക്കുന്നത്, നിങ്ങൾ പോയ ശേഷം എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എനിക്ക് കോളേജുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോകണം എന്ന് രണ്ടുപേരും കൊറിയൊക്കെ വന്നിരുന്നു. രണ്ടുപേരും കൊറിയയിൽ വാവ് സൂപ്പറായിട്ടുണ്ടല്ലേടാ. സൂപ്പറായിട്ടുണ്ട് എന്ന് ഹീറോയിൻ്റെ ഫസ്റ്റ് ചേട്ടൻ ഇപ്പോൾ മൂന്നാമത്തെ ചേട്ടന് പറയായിരുന്നു, ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ടെൻഷനാകും പോടാതിരിക്കുക അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവിടെ കറങ്ങായിരുന്നു. അതിലൊരു ഭയങ്കര ആക്ടർ പറഞ്ഞ ഒരു മോഡൽ ഗേളാണ്. ആക്ടറല്ല, അവൾ നല്ല സൂപ്പർ ഗേളാണ്. ഇപ്പം എന്താ ചെയ്യുക എങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് കേപ്പ പാടുള്ള ഒരുപാട് ഇഷ്ടമാണ്. പറഞ്ഞാൽ സിംഗിങ് പിടിക്കും. പറഞ്ഞേക്കടി റിയൽ ലൈഫിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർ സിംഗിങ് പിടിക്കും. അതിൽ മിയ പറയുന്നത് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണടി, അതുമാത്രമല്ല അവനൊരു ഐഡലാണ്. മിയ പറഞ്ഞേക്ക് ഐഡലായിട്ട് എന്താ ചെയ്യുക, നമുക്ക് അവരെ മാരേജ് ചെയ്യിക്കാൻ പറ്റില്ല. എനിക്ക് ഫീലിംഗ് ഒന്നും വരില്ല. എനിക്ക് പിന്നെ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എവിടെയുണ്ടാവുക അറിയില്ല എന്നെ മിയ പറഞ്ഞു ഇങ്ങനെ നടക്കാമെന്ന്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ മൂന്നാമത്തെ ചേട്ടനെ റോബോട്ട് ഉണ്ടാക്കുന്നത് ഇടിഞ്ഞ് ഇങ്ങനെ വീഴാൻ പോയി. മിയാനെ പിടിച്ചു. മിയ കണ്ണെടുക്കാതെ നോക്കായിരുന്നു. വായ